അങ്ങനെയാണെങ്കിൽ സുജാത കൂടെ വരാൻ പറ്റിയിട്ടില്ല എങ്കിലും ശ്വേത വന്നിട്ടുണ്ട് ഈ സമയത്ത്. അപ്പോൾ ഇനി ശ്വേതയുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ ശ്വേതയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ശരത്തായിട്ടുള്ള അനുഭവം എങ്ങനെയാണെന്ന്. ശ്വേത നമുക്ക് കൊണ്ട് ക്ഷണിക്കാം. ശ്വേത നമസ്കാരം. അമ്മയെക്കുറിച്ച് ആദ്യം ഇങ്ങനെ പറഞ്ഞു, പിന്നെ ശ്വേതയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയായിരുന്നു. കുറേ പരദൂഷണങ്ങൾ പറഞ്ഞു കേട്ടാ. പരദൂഷണം വന്നാൽ കൂടെ അത് വലിയ കോംപ്ലിമെന്റ്. അത് കോംപ്ലിമെന്റ് ആണല്ലേ? അങ്ങനെയാണ്. ശരത് ചേട്ടന്റെ പാട്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചാ പോയെ. ഭയങ്കര കുനിഷ്ടമുള്ള പാട്ടായിരിക്കും. അല്ല പക്ഷെ ശരത് ചേട്ടൻ ഭയങ്കര ദേഷ്യപ്പെടുവോ, തെറ്റിയ ചീത്ത പറയുമോ എന്നൊക്കെ ഭയങ്കര പേടിച്ചിട്ടാ പോയെ. ഭയങ്കര സ്വീറ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നു, ഇത് സിമ്പിൾ സോങ് അല്ലേ, മോൾക്ക് വേഗം പാടി പോവാ. ഞാൻ പറഞ്ഞു അതെ അതെ. എന്തുകൊണ്ട് ശ്വേതയെ പാടാൻ വേണ്ടി സെലക്ട് ചെയ്തു? എന്തുകൊണ്ട് സുജാതയെ വിളിച്ചില്ല? അല്ല അങ്ങനെ ചോദിക്കാമല്ലോ നമുക്ക്. സുജാതയായിട്ട് കൂടുതൽ അടുപ്പമുണ്ട്, ചിത്രയായിട്ട് അതിനേക്കാളും കൂടുതൽ അടുപ്പമുണ്ട്. ഇവർ രണ്ടുപേരും വേണ്ടെന്ന് വെച്ചിട്ട് എന്തുകൊണ്ട് ശ്വേതയെ വിളിച്ചു? എനിക്ക് ശ്വേത മുമ്പ് നേരത്തെ പാടി കേട്ടിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ വിളിച്ചൊരു വലിയ സിമ്പിൾ പാട്ടെണ്ണ കൊടുക്കാം. ശരത് ചേട്ടൻ സിമ്പിൾ എന്ന് പറയുകയാണെങ്കിലും ആ ചരണത്തിൽ നല്ല അത്തിക്കൊമ്പിലൊരു മൺകൊടുത്തരാ. അല്ല ഇപ്പം ഇങ്ങനെ പാടി സ്ഥിതിക്ക് ഇവിടെ പാടേണ്ടി പറ്റില്ല. ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്വേതയെ കൊണ്ട് പാടിക്കണ്ട, ഇവിടെ ചിലപ്പോൾ ഒരു ക്ലിപ്പ് വീഡിയോ ഉണ്ടാവും, അത് കാണിക്കാം, പാട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പാട്ട് നമ്മൾ ഒരുപാട് കണ്ടറിലാണ് ആ വിഷ്വൽ അല്ലേ, ഒരുപാട് കണ്ടറിലാണ്. പക്ഷേ ശ്വേത ഇങ്ങനെ ഈ സമാഗമത്തിൽ വന്നിരുന്നത് പാടി കേൾക്കാന്ന് പറഞ്ഞത് വളരെ സന്തോഷം. അപ്പോൾ ഒന്ന് പാടാം. പാലപ്പൂവിതളിൽ വെണ്ണില പുഴയിൽ ലാസ്യമാർന്നണയും സുരഭിരാത്രി അനുരാഗികളാം തരുശാഖകളിൽ ശ്രുതി പോൽ പൊഴിയും ഇളമഞ്ഞലയിൽ കാതിൽ നിൻ സ്വനം. സംഗതിയൊക്കെ ഓക്കെയാണോ? എക്സ്ട്രാ സംഗതി കൂടെ എക്സ്ട്രാ സംഗതി ഒരു ബോണ്ട് ചെറിയ ഐറ്റം. അല്ല ഇപ്പൊ ശരത്തിന് ഏത് പാട്ട് കേട്ടാലും അതാ നോക്കുള്ളൂ, സംഗതി കറക്റ്റാണോ, അത് ആര് പാടിയാലും ഇല്ലേ? ശരത് ചേട്ടന് വേണ്ടി പാടുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം ഇത്രയും നല്ലൊരു, നമ്മളിരിക്കുമ്പോൾ തന്നെ വേരിയേഷൻസ് പറഞ്ഞു തരുന്നതും നമ്മളെ കൊണ്ട് നമ്മുടെ ബെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്ന് പേഷ്യൻ്റായിട്ട് ഇരുന്ന് ദേഷ്യമൊന്നും വരാതെ പറഞ്ഞു തീർന്നു, പുകഴ്ത്തി കഴിഞ്ഞു. അതെ, ശ്വേത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്വേത ഈ പാട്ട് പാടിയത് ഭയങ്കര ഹിറ്റാണ്. അതുപോലെ തന്നെ 180 എന്ന സിനിമയിൽ ഒരു നീ കോരനാൾ എന്ന് പറഞ്ഞൊരു തമിഴ്, അത് എനിക്ക് തമിഴ് ഇൻഡസ്ട്രിയിൽ നല്ലൊരു പേര് വാങ്ങിച്ചു തന്ന സോങ് ആണ്. അതിന് ഇന്റർനാഷണൽ തമിഴ് ഫിലിം അവാർഡ് എന്ന് പറഞ്ഞിട്ട് ITFA എന്ന് പറഞ്ഞിട്ട് അവാർഡ് കിട്ടി. അത് എനിക്ക് ശരിക്കും ഒരു റെക്കഗ്നിഷൻ വാങ്ങിച്ചു തന്നു ആ സോങ് എന്ന് തന്നെ പറയാം. നല്ല സോങ്. ഞാനും കാർത്തിക്കും ചേർന്നാണ് പാടുന്നത്. അത് പിക്ചറൈസ് ചെയ്തേക്കുന്നതും ഭയങ്കര ബ്യൂട്ടിഫുൾ. സാൻ ഫ്രാൻസിസ്കോ ആണുങ്ങൾക്ക് വേണ്ടി ചെയ്തതായി പാട്ട്. ഒരു ഫീമെയിലിനെ ഉൾപ്പെടുത്തണം എന്നുള്ള ആ കാര്യം സ്ത്രീകൾക്ക് സംസാരിച്ച് നാക്കിന് എക്സസൈസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം ആണുങ്ങൾക്ക് അതില്ലാത്തത്. അതുകൊണ്ടാണ് ആദ്യത്തെ ഫ്രൈസ് അത് മൊത്തം ചേർന്നിട്ടാണ്. ആണുങ്ങൾ പാടാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ? ശരത് ചേട്ടൻ പറയാൻ മറന്നുപോയി. ബിഗ് FM അവര് ഈ പാട്ടിനെയാണ് ബെസ്റ്റ് മെലഡി സോങ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞിട്ട് ഈ വർഷം അങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ വർഷം നല്ല സന്തോഷത്തിന്റെ നാളുകളാണ്, നിറയെ പുരസ്കാരങ്ങൾ വന്നിട്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷം ശരത് ചേട്ടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. നിഷ സുരഭി എന്ന് പറയുമ്പോൾ കമൽസം ഇത് പറയാണ്ടിരിക്കാൻ വയ്യ. റെക്കോർഡിങ്ങിന് പോയപ്പോൾ ശരത് ചേട്ടന് എപ്പോഴും സിമ്പിൾ സോങ്,
വേഗം എന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും തുടങ്ങുക. പിന്നെ എപ്പോഴും ഇങ്ങനെ റെക്കോർഡ് ചെയ്യും സോങ്. ഇപ്പോൾ ഹാർമോണിയത്തിനെ വായിച്ച് പാടി ശരച്ചേട്ടൻ ഇങ്ങനെ പാടിക്കൊണ്ട് കേൾപ്പിക്കുമായിരുന്നു. ശരിക്കും അത് കഴിഞ്ഞിട്ട് ഒരു 5 minutes സൈലൻസ് ആയിരുന്നു നിന്ന് കഴിഞ്ഞിട്ട്. കാരണം എൻ്റെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങി. ശരച്ചേട്ടൻ പാടിയ വിധം ഇപ്പോഴും ആ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. ആ ഫീല് അല്ല എനിക്ക് ആ ഫീല് ഞങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ? അതെ നിങ്ങൾ മാത്രം സ്വകാര്യമായിട്ട് അത് കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശരിയാവും. വെരി ഗുഡ്. ആ ഫീൽഡ് പാടണം, പക്ഷെ വേറെ കാര്യമുണ്ട്, അത് ഏറ്റുപാടും വേണം. നിശാസുരഭി നിശാസുരഭി നിന്നെയുമേതോ നിന്നെയുമേതോ കാണാകരങ്ങൾ കവർന്നു കാണാക്കരങ്ങൾ കവർന്നുവോ. ഇത്രയും ഫീൽ ചെയ്താൽ മതി. ഫീൽ ചെയ്തിട്ട് അമിതമായ ഫീൽ ചെയ്തിട്ട് ഇങ്ങനെ ശബ്ദമൊക്കെ ഇങ്ങനെ വിറക്കിയാണ്. ഗംഭീരമായി പാട്ട്. താങ്ക് യു. ഞങ്ങളൊക്കെ ഹാപ്പിയായി. എന്താണെന്നറിയോ, ശരത്തിൻ്റെ ഇതിന് സമാഗമത്തിന് വന്നിട്ട് ഒരുപാട് പാട്ടുകൾ, ഏത് പാട്ടിനി പാടണം പാടിക്കണ്ടെന്ന് അറിയില്ല, കാരണം എല്ലാ പാട്ടും മനോഹരമാണ്. അമ്മ ശരച്ചേട്ടന് പാടിയേക്കുന്ന പാട്ടുകളിലും ഞാൻ ഭയങ്കര വലിയ ഫാനാണ്. ആണല്ലേ? അതേതാണ് പെട്ടെന്ന് സിന്ദൂരരേഖ. സിന്ദൂരരേഖ നേരത്തെ പറഞ്ഞു. രാവിലെ വീണ ഓ അത് അതിൻ്റെ ഒരു കൺസെഷൻ ടോട്ടലി രാവിൽ വീണാനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ ഒരു നാടൻ പെണ്ണിൻ അനുരാഗം പോലെ സുഖരാഗം കാറ്റിൽ നിറയുന്നു മെല്ലെ ഇളകുന്നു കുളിരോളം പ്രണയരാവിൽ. ആ കണക്ഷനൊക്കെ അത് ദാസേട്ടനും അതിമനോഹരമായിട്ട് പാടിട്ടുണ്ട്. അത് അന്നും അടിയുണ്ടായിട്ടുണ്ട് ചെറിയൊരു ഇത്. അതിൻ്റെ ചരണം ആവണി മാസമായി കായൽ തിരകളിളകിയാർത്തു പോയി. കായൽ തിരകൾ ഇങ്ങനെയാണ് ഇളകിയാർക്കുന്നത്. അയ്യോ അത് കായൽ തിരകൾ തള്ളി തള്ളി കായൽ തിരകൾ. ദാസേട്ടൻ ഞാൻ പറയാം, ദാസേട്ടൻ ഒന്ന് നമുക്ക് തള്ളി പാടണം. എന്ത് തരണമെന്നാ നീ ഇവിടെ വന്നിരിക്കും, ഞാൻ തള്ളാം. അത് രസമായിരുന്നു. ഒരു അർദ്ധരാത്രിക്കാണെങ്കിൽ റെക്കോർഡ്. അപ്പോൾ എന്തായാലും സമാഗമത്തിന് വന്നതിന് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. തിരക്കഥ എന്ന് പറയുന്ന സിനിമ ശരത്തിനെ സംബന്ധിച്ചോളം ലൈഫിൽ തന്നെ ഒരു ട്രെയിനിങ് പോയിന്റ് ആണെന്ന് പറയാം. തീർച്ചയായും. അപ്പം അതിന് എൻ്റെ പ്രിയപ്പെട്ട രഞ്ജിത്ത് അണ്ണാച്ചിക്ക് എൻ്റെ വക ഒരു താങ്ക്സ്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയേണ്ട, അതിലെ ലിറിക്സ് റഫീഖ് അഹമ്മദ്. അസാധ്യ വരികളിൽ ഉണ്ടാകുന്ന നമുക്ക് തരുന്ന ഒരു വാംത്ത് വല്ലാതെ. ഞാൻ യഥാർത്ഥ കവിയാണ്. തീർച്ചയായിട്ടും അത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അണ്ണാച്ചി ഇത് ഒരു സംഭവമാണ്. കാര്യം എനിക്ക് അതിൽ കൂടുതൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം തിരക്കഥയിൽ അരികിൽ നീ ഇല്ലെങ്കിൽ എന്ന സത്യത്തിനെ അറിയുവാനായതില്ല എനിക്കിപ്പോഴും എന്ന് പറഞ്ഞൊരു കവിത എഴുതി തന്നു. അത് കവിത ട്യൂൺ ചെയ്തതാണ്. ആ കവിതയുടെ പുറത്ത് എൻ്റെ അടുത്തുള്ള എനിക്കുള്ള പ്രേമം കാരണം ഞാൻ നമ്മുടെ രഞ്ജിത്ത് അണ്ണാച്ചി ഓക്കെ പറഞ്ഞിട്ട് പോലും നിർത്താണ്ട് 18 ട്യൂൺ ഇട്ടു. ഞാൻ 18ാമത്തെ ട്യൂണാണ് ഇപ്പോൾ വെളിയിൽ വന്നിട്ടുള്ള ട്യൂൺ. ഓ ശരി. ജനലഴികളിൽ പുലരി തൻ പൊൻവിരൽ പതിയെ വന്നു തൊടാതിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിട്ടുള്ള വരികളാണ്. അപ്പം അണ്ണാച്ചിയെ ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ വക എനിക്ക് ഉമ്മ തരാനല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ റഫീഖിന് എന്താണ് ശരത്തിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ബൈറ്റുണ്ട്. ആയിക്കോട്ടെ. ഓക്കെ. ശരത്തും ഞാനും തമ്മിൽ ഒന്നിക്കുന്നത് തിരക്കഥ എന്ന് പറയുന്ന പടം. ഈ പടത്തിൽ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമുള്ളൊരു ചിത്രമായിരുന്നു. എനിക്ക് ആണെങ്കിൽ എൻ്റെ ഒരു ഗാനരചന ജീവിതത്തിൽ ഒരു ബ്രേക്കാണെന്ന് പറയാം. കാരണം അതൊരു വളരെ ശ്രദ്ധിക്കപ്പെട്ട കുറേ പാട്ടുകൾ അതിലൂടെ കിട്ടി. സംഗീതത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അപാരമായിട്ടുള്ള കഴിവുകളെക്കുറിച്ചൊന്നും ഞാനൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്.
പക്ഷേ എനിക്ക് നേരിട്ട് മനസ്സിലായ ചില കാര്യങ്ങൾ, ഒന്നെന്ന് വെച്ചാൽ ഈ കവിത എന്ന് പറയുന്ന സംഗതി അതിന് സംഗീതം കൊടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഈ രണ്ട് തരത്തിലും അദ്ദേഹത്തിന് പോകാൻ കഴിയും. വളരെ സങ്കീർണമായിട്ടുള്ള രാഗങ്ങളൊക്കെ ഉപയോഗിച്ച് ആളുകളെ ഒന്ന് ബേജാറാക്കുന്ന തരത്തിലുള്ള പാട്ടുകളുണ്ടാക്കാനും പറ്റും. ഏറ്റവും മനോഹരമായിട്ട് ലളിതമായിട്ടുള്ള രീതിയിലും ചെയ്യാൻ കഴിയുന്ന ഒരു അപൂർവ പ്രതിഭാസമാണ് ശ്രീ ശരത്ത്. അദ്ദേഹമായിട്ട് ഇനിയും അവസരങ്ങൾ കിട്ടിയാൽ വളരെ സന്തോഷം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സംഗീത യാത്രയിൽ ഇനിയും ഒരുപാട് പടികൾ ഇങ്ങനെ മുന്നേറാനുണ്ട്. താങ്ക് യു. ഏതായാലും ഈ സമാഗമം എന്ന് പറയുന്നത് അതിനുള്ളൊരു വേദി കൂടിയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ശരത്ത് എന്ന് പറയുന്ന സംഗീത സംവിധായകനെ പൂർണ്ണമായിട്ട് അറിയാനുള്ളൊരു അവസരം കൂടിയായിരുന്നു. ഏതായാലും ഈ സമാഗമത്തിൽ വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി ഈ തവണത്തെ അവാർഡ് കിട്ടിയതിന് ഞങ്ങളെല്ലാവരും, അമൃത ടിവിയുടെ എല്ലാവരും, ഞാനും പേഴ്സണലായിട്ട് സന്തോഷവും അഭിനന്ദനവും ഒക്കെ പങ്കുവയ്ക്കുകയാണ്. താങ്ക് യു.